നമുക്ക് സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ മമ്മൂക്കയുടെ പ്രധാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? കഥ ആണ് പ്രധാന മാനദണ്ഡം. പക്ഷേ പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളോ നമ്മുടെ തിരഞ്ഞെടുപ്പുകളോ ഒന്നും ചിലപ്പോഴും പലപ്പോഴും തെറ്റിപ്പോയിട്ടില്ലേ. നമ്മൾ വിചാരിക്കുന്നത് നല്ല കഥയായിരിക്കും, നമ്മൾ ഈ കഥ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതൊന്നൊരു മാനദണ്ഡം വെച്ചിട്ട് നമുക്ക് ഒഴുകാൻ കഴിഞ്ഞ പടം ഓടി എന്നൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ പടം നല്ലതായിരുന്നു എന്ന് പറഞ്ഞതിന് വെച്ചാലും കാര്യമില്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നു നമ്മുടെ ഒരു ജുഡീഷ്യൽ മൈൻഡ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കാര്യം വേറെ ഒന്നുമില്ല. ഈ മമ്മൂക്ക ഏറ്റവും കൂടുതൽ 50ഓളം പുതിയ സംവിധായകർക്ക്, 50 മുകളിൽ കാണും, ഇൻക്ലൂഡിങ് ലാലു, 50ഓളം പുതിയ സംവിധായകർക്ക് അവസരം കൊടുത്ത, ആദ്യത്തെ പടത്തിന് അവസരം കൊടുത്ത ഒരു നായക നടൻ എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഈ ആദ്യത്തെ പടം എന്നുള്ള നിലയിൽ ഇവരൊക്കെ ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയോ അല്ലാതെയോ മമ്മൂക്കയായിട്ട് അങ്ങോട്ട് സജഷൻസ് ഷോട്ടോ വയ്ക്കുന്നതിനെ പറ്റിയൊക്കെ ഇടപെടാറുണ്ടോ? എന്തെങ്കിലും പുതിയ ഷോട്ട് വയ്ക്കണമെങ്കിൽ നമുക്കെന്താ പ്രശ്നം? അതിനാണല്ലോ അവർ വെച്ചിരിക്കുന്നത്. അതെ, അതിൽ ഇടപെടാറുണ്ടോയെന്ന് ചോദിച്ചത്. ഇടപെടാറുന്നല്ലോ അല്ലേ ചില ആൾ, അങ്ങനെയല്ല, അങ്ങനെ അവരുടെ വണ്ടി വന്നിട്ടില്ല. കാരണം നമ്മളൊരാൾക്ക് ഒരു ഫുൾ ഫ്രീഡം കൊടുത്തൊരു പടം ചെയ്യുമ്പോൾ നമ്മൾ അയാൾ പറയുന്നത് കേൾക്കുന്നതല്ല നല്ലത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കൂടുതലും നമുക്ക് പരിചയം കൂടിയ ആൾക്കാർക്കായി കുഴപ്പം. പരിചയം കുറഞ്ഞ ആൾക്കാർക്ക് നല്ല കറക്റ്റ് അവർ കാലത്തെ രാവിലെ എഴുന്നിട്ട് ഹോംവർക്കൊക്കെ ചെയ്ത് റെഡി ആയിട്ടായിരിക്കും വരുന്നത്. കൂടുതൽ പരിചയമുള്ള ആൾക്കാർ ചിലപ്പോൾ കുറച്ച് മടിയുണ്ട്, ചിലപ്പോൾ ഒന്നും ഇവിടെ വന്നതിന് ശേഷം ആലോചിച്ചാൽ ഷോട്ട് വക്കിൽ കണ്ടുകൂടാ. നമ്മളങ്ങനെ ആരോടും റിയാക്ട് ചെയ്യാം. ഈ ഉത്തരത്തിലുള്ള ഒരു ചോദ്യം, കൂടുതൽ പരിചയം ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു മടി, അതെന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് വരുന്നില്ല? മമ്മൂക്കയ്ക്ക് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്, നീ അടുത്തിരിക്കുന്നതിന്റെ കുഴപ്പമാണ്. ഞാൻ അവിടെ ഇരുന്നാൽ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചേനെ. മടിയൊന്നുമില്ല, ആ മടിയല്ല. അപ്പം ഞാൻ സംവിധാനം കുറിച്ച് ആ മടിയല്ല പറഞ്ഞു. മടി വെച്ചാൽ അവർക്ക് അറിയാം എന്നുള്ളതാണ്, ഒരു കോൺഫിഡൻസിൻ്റെ മടിയാണത്, വേറെ ഒന്നുമില്ല. അല്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മടിക്കാറ്. കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മടിയില്ലാത്തത്. ഇത് ഈ പടമായിരിക്കണം നല്ലതാവുക. ഇതിനകത്ത് നമ്മൾ കഷ്ടപ്പെട്ടാലും നമ്മൾ അടുത്ത പടം കിട്ടുള്ളൂ എന്ന ധാരണയില്ല എല്ലാ പടത്തിലും ഞാൻ വന്നത്. ഈ പടത്തിലായിരിക്കണം ഞാൻ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ ഈ പടമായിരിക്കണം എൻ്റെ ഏറ്റവും നല്ല പടം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ പുതിയ പടങ്ങളും ചെയ്യുന്നത്. എനിക്ക് ഓരോ പുതിയ പടങ്ങളും ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ആ എക്സൈറ്റ്മെൻറ്റ് എന്ന് പോയാൽ അന്ന് നമ്മൾ പരാജയപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഫാസിൽ സാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാസിൽ സാറിന്, ഇപ്പോൾ ഫഹദ് ഇപ്പോൾ നമ്മുടെ കൂടെ ചാറ്റിലില്ല, അപ്പോൾ ഫഹദിനെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫഹദിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്. അതിൻ്റെ ആദ്യ സിനിമയിൽ ഞാനുണ്ട്, അവൻ എൻ്റെ കൂടെ വന്നിട്ട് അഭിനയം പഠിച്ചത്. പിന്നെ ആ പ്രശ്നമില്ല. 10 വർഷത്തിന് മുമ്പ് ഫഹദ് ആദ്യ സിനിമയിൽ വന്നപ്പോൾ എൻ്റെ കൂടെ ഞാനുണ്ടാവും. പിന്നെ ഞാനും ഫഹദും തമ്മിലൊരു പരിചയമില്ലായ്മയില്ല. പിന്നെ അതിനിടക്കാലത്തൊന്നും സിനിമയിലും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഈ മറ്റുള്ള ഇപ്പോഴത്തെ ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സിനിമകൾ അവൻ അഭിനയിക്കുന്നതിന് മുമ്പ് അല്ലാതെ അഭിനയിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഫഹദിനെ സംബന്ധിച്ചുള്ള ഞാനും ഒന്നും ഒരു പുതിയ ആളല്ല. പിന്നെ ഫാസിലിൻ്റെ സിനിമയിലെ ഷൂട്ടിങ്ങിനകത്ത് കുട്ടിക്കാലത്ത് ഞാനും അവനും പരസ്പരം കണ്ട് വളർന്നവരല്ലേ, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല നമുക്ക്. അപ്പം ഈ പല ഇൻ്റർവ്യൂകളിലും പലരും ഇതിനെപ്പറ്റി ഗവേഷണം നടത്തുകയും പല ശാസ്ത്രജ്ഞന്മാരും അടുത്ത കാലത്തായിട്ട് ഇതിനെപ്പറ്റി പല പഠനങ്ങളും നടത്തി പോയിട്ടും ഉത്തരം കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഞാനിപ്പം ഒരുപക്ഷെ ഈ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ്, നീ മറ്റാരും മറ്റേ സേഫ്റ്റി കാര്യങ്ങളൊക്കെ, ഹാർനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ? അത് ഇല്ല, ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ ചോദിച്ചോളാം. ഉത്തരം കിട്ടിയിട്ട് ഒറ്റ ഓട്ടമായിരിക്കുള്ളൂ. അതുമല്ല, എനിക്ക് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ സ്വാതന്ത്ര്യം കിട്ടിപ്പോയി. അതുകൊണ്ട് മാതൃഭൂമിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്ന് മാതൃഭൂമിക്ക് വേണ്ടി ഞാൻ ആ ഒരു വലിയ ത്യാഗം, റിസ്ക് എടുക്കുകയാണ്. മനസ്സുകൊണ്ട് എന്ത് പ്രായമുണ്ട്. ഈ വരുന്ന വിഷുവിന് 18 തികയും. ഷോ ഗുരുവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം.